ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കാട്ടാക്കട ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് നിങ്ങൾക്കറിയാമായിരിക്കും ആറ്റുകാൽ ക്ഷേത്രം. അപ്പോൾ അവിടത്തേക്കുള്ളൊരു യാത്രയാണ് ഞാനും നമ്മളെ പയ്യ അരുണും കൊണ്ട്. നമുക്ക് അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള വിശേഷം കാണിക്കാം. ഇതിനിടയ്ക്കുള്ള ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല, പിന്നെ സ്ഥലങ്ങൾ കാണാം. ഇത് നമ്മളെ കാട്ടാക്കട ജംഗ്ഷൻ. ഇവിടെയാണ് കാട്ടാക്കട ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ബസ് സ്റ്റാൻഡ് ഇതാണ് ബസ് സ്റ്റാൻഡ്, കാട്ടാക്കട ബസ് സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡ്, ഇവിടെയാണ് ഞാൻ ഓട്ടോ ഓടിക്കൊണ്ടിടുന്ന സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനത്തെ ഒരു വീഡിയോയാണ് ഇന്നത്തേത്. ഓട്ടോയെ കിടക്കണ കണ്ട. ഇത് നമ്മുടെ ഗ്ലാസ് പോയിന്റ്. ഇവിടെ നമുക്ക് ഗ്ലാസ് നല്ല വില കുറവുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തിനേക്കാളും ഭയങ്കര വില. നമ്മളിവിടെ നിന്നാണ് ഗ്ലാസ് എടുക്കുന്നത്. ഗ്ലാസ് പോയിന്റ്. പിന്നെ കാട്ടാക്കട അഭിരാമി ബാർ കാണിച്ചു തരാം. കണ്ടോണം, കാട്ടാട് ജംഗ്ഷനിൽ നിന്ന് പറഞ്ഞവരെല്ലാം കണ്ടോണം. കൂടെ ഇത് തിരുവനന്തപുരം റോഡാണ്. തിരുവനന്തപുരം റോഡിലാണ് ഈ അഭിരാമി ബാറുള്ളത്. അഭിരാമി AC, നോൺ AC, AC എല്ലാം ഉള്ളത്. പിന്നെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അജിയുണ്ട് പഞ്ചർ കടയുണ്ട്. 8 മണിക്ക് മുമ്പേ തുറക്കണ പഞ്ചർ കട, ആക്രി കട. ഇത് കാട്ടാക്കട വെറൈറ്റി മാർബിൾസ്. ഇവിടെ വില കുറവാണ്. മാർബിൾസ്, സ്റ്റൈൽസ് എല്ലാം എടുക്കാൻ. അതുകൊണ്ടുള്ള അതിൻ്റെ അടുത്തൊരു നവീൻ. ഇവിടെയും കുഴപ്പമില്ല. നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അയ്യപ്പ ക്ഷേത്രമുണ്ട്, 2 സൈഡിലായിട്ട്. കൊട്ടങ്കാവാണ് സ്ഥലം. അപ്പോൾ നമ്മളിന്ന് പോകുന്നതും ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. അതാണ് ക്ഷേത്രങ്ങളെ കാണിക്കുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയണത് ക്ഷേത്രങ്ങളെ കാണിക്കുന്നത്. ഈ സ്ഥലം കൊട്ടങ്കാവാണ്. കൊട്ടങ്കാവ് നല്ല സ്ഥലമാണ്. സ്കൂള്, കോളേജ് ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ പൊട്ടങ്കാവ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് മലയൻകിഴി. പൊട്ടങ്കാവ് അന്തിയൂർക്കാണ്. അത് കഴിഞ്ഞിട്ട് മലയൻകിഴി എത്തി. ഇനി പോകാനുള്ളത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. ഇത് നമ്മൾ മലയം വഴിയാണ് പോകുന്നത്. അത് 2-3 റോഡുണ്ട് ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള. മെയിൻ റോഡുണ്ട്, ഇത് ബസ് റൂട്ട് തന്നെ. പക്ഷേ ഇത് വലിയ തിരക്കൊന്നും കാണില്ല രാവിലെ ഈ റോഡ് പോയാൽ. അപ്പോൾ നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് പാപ്പനംകോട് ബ്ലോക്കിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട്. സ്ഥലം പാപ്പനംകോടാണ്. ഇത് സ്ഥലം കൈമനമാണ്. കൈമനത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ബൈക്കിൻ്റെ ഷോറൂമുകളും സ്ഥലമാണ് ഇവിടെ. എല്ലാ കമ്പനിയുടെ ഷോറൂമുകളും ഉണ്ട്. എല്ലാ ബൈക്ക്, എൻഫീൽഡ്, കാറ് എല്ലാത്തിൻ്റെ ഷോറൂമുകൾ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ബൈക്കുകൾക്ക് ഓണം ഓഫറുകളൊക്കെ ഒരുപാട് ഈ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത മാസം ഓണമല്ലേ, അപ്പോഴത്തേക്കും എല്ലാ ബൈക്ക് ഷോറൂമുകളിലും ഓണം ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇത് മഹേന്ദ്രയുടെ ഷോറൂം. അങ്ങനെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി വണ്ടി പാർക്ക് ചെയ്യണം. എന്നെ ഇവിടെ ഇവൻ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഫോട്ടോ എടുക്കാനും അവൻ്റെ വീഡിയോ എടുക്കാനാണ് എന്നെ ആറ്റുകാൽ ക്ഷേത്രം വരെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഇവിടെ ഫോണൊന്നും ഉപയോഗിച്ചുവിടും, അങ്ങ് അകത്തോട്ടൊന്നും. ഇതുവരെ ഫോൺ ഉപയോഗിക്കാം. ഇതിനാണ് ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇതുവരെ. എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതാണ് ഇവൻ്റെ പരിപാടി. ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടു, വീഡിയോ ഇട.
എൻ്റെ ഈ ഫോണിലാണ് ഒന്ന് വർക്കാവുന്നത് ഇല്ല ഇറക്കാം. അപ്പോൾ ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്ന, അറിയാമല്ല, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചരിത്ര പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്ന ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം. അപ്പോൾ നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രം വരെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്താൽ എന്തെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ ക്ഷേത്രങ്ങളും മനസ്സിനൊരു സമാധാനവും കിട്ടും. ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ അങ്ങനെയൊക്കെ പോയാൽ എന്തെന്ന് ആലോചിക്കുകയാണ്.